നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതിക്കെതിരെ സമരം ചെയ്യുന്നവരുടെ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന CPM-ഉം കോൺഗ്രസും ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ സമരം ചെയ്തവരുടെ കേസുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് BJP സ്ഥാനാർത്ഥി MT രമേശ്. പൗരത്വ പ്രശ്നം വളരെ ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ലെന്ന് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ്. കോഴിക്കോട് കോർപ്പറേഷനിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ ജനകീയ സത്യാഗ്രഹ സമരം. പ്ലാനുകൾ വരയ്ക്കാനുള്ള അനുവാദം കുടുംബശ്രീകൾക്ക് നൽകുന്നതിനെതിരെ ലെൻസ് ഫെഡ്. ദുഃഖവെള്ളി ദിനത്തിൽ വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഫാദർ തോമസ് തുണ്ടത്തിൽ CMI. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പൗരത്വ ഭേദഗതിക്കെതിരെ സമരം ചെയ്തവരുടെ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന CPM-ഉം കോൺഗ്രസും ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ സമരം ചെയ്തവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് BJP സ്ഥാനാർത്ഥി MT രമേശ്. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ആവശ്യപ്പെടുന്നവർ ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്ന് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാക്കുന്നത്. ശബരിമല കോടതി വിധികൾ വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ബോധപൂർവം ശബരിമല സന്നിധാനത്തിൻ്റെ ആചാരം തകർക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ 10,000-കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബോട്ടിലിറങ്ങി നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ്. കോഴിക്കോട് നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 1000-ലേറെ പേർക്കെതിരായിട്ട് ഇപ്പോഴും കേസുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടാണ് കേസുള്ളത്. അവരെല്ലാവരും ഇപ്പോൾ കോടതി വരാന്തകൾ കയറിയിറങ്ങുകയാണ്. എന്തിനാണ് ഇരട്ട നീതി? ഒരു ഭാഗത്ത് സംഘടിത മതവിഭാഗത്തിനു വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറാകുന്ന UDF-ഉം LDF-ഉം, അപ്പുറത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തോട് എന്തിനാണ് ഈ നീതികേട് കാണിക്കുന്നത്? ഒരു നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച കേസ് പിൻവലിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമാണുള്ളത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് ഇരട്ട നീതിയാണ്. ഒരു ഭാഗത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവർക്കെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കുകയും മറുഭാഗത്ത് സമാധാനപരമായി നാമജപഘോഷയാത്ര നടത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരായി ഉയർത്തിയിട്ടുള്ള കേസുകൾ നിലനിർത്തുകയും ചെയ്തത് ഇരട്ട നീതിയാണ്. ഈ ഇരട്ട നീതി അംഗീകരിക്കാൻ സാധിക്കില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൗരത്വ പ്രശ്നം വളരെ ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ലെന്ന് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ്. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നാടകാചാര്യൻ KT മുഹമ്മദിന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KT മുഹമ്മദ് അനുസ്മരണ പരിപാടികൾ കോഴിക്കോട്ട് നടന്നു. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പാകിസ്ഥാൻ പൗരത്വത്തിന്റെ പേരിൽ ദുരിതത്തിലായ മലയാളികളുടെ പ്രശ്നം ചർച്ച ചെയ്ത പരദേശി എന്ന സിനിമയുടെ പ്രവർത്തനങ്ങളുമായി മലബാറിന്റെ പല ഭാഗങ്ങളിലും താൻ സഞ്ചരിച്ചിട്ടുണ്ടെന്നും പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒട്ടേറെ പേരെ താൻ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 80 വയസ്സ് കഴിഞ്ഞ അവരിൽ പലരും ഭയത്തോടെയാണ് അവസാന നാളുകൾ കഴിച്ചു കൂട്ടിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ സമുദായം യഥാർത്ഥത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ തന്നെയാണ് KT മുഹമ്മദിനെ പോലുള്ള ആളുകളെ ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഇതിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ഇസ്ലാം ഒരു പുതിയ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന കാലം കൂടിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടം എന്ന് ആലോചിക്കണം. സംഘാടക സമിതി ചെയർമാൻ KT കുഞ്ഞിക്കണ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. KN കുഞ്ഞഹമ്മദ്, വിൽസൺ സാമുവൽ, PP ജയരാജ്, LC സുകുമാരൻ, AK രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സതീഷ് K സതീഷ് രചനയും സംവിധാനവും നിർവഹിച്ച
ബീഡിംഗ് മൂൺ എന്ന നാടകം അരങ്ങേറി. പുരോഗമന കലാ സാഹിത്യ സംഘം നോർത്ത് മേഖലാ കമ്മിറ്റിയാണ് നാടകം അവതരിപ്പിച്ചത്. ദേശവാസി, മറ്റോൻ എന്നീ തെരുവ് നാടകങ്ങളും നേരത്തെ അരങ്ങേറിയിരുന്നു. പക്ഷെ മക്കള് വലുതായപ്പോ എങ്ങോട്ടൊക്കെയോ പോന്നല്ലടാ. ഓരോ തലച്ചോറിലേക്ക് വിഷം കുത്തിവെച്ച് ഓരങ്ങനെയാക്കി മാറ്റുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ മേയർ ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് BJP നേതാവ് MT രമേശ്. ജനകീയ സത്യാഗ്രഹത്തിൽ സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. BJP ദേശീയ നിർവാഹക സമിതി അംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ NDA സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ജനകീയ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നഗരപ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ട് നാളെയേറെയായിട്ടും പരിഹാരം കാണാൻ സാധിക്കാത്ത നഗരസഭാ ഭരണകൂടം തികഞ്ഞ പരാജയമാണെന്ന് NDA സ്ഥാനാർത്ഥി MT രമേശ് പറഞ്ഞു. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ അഖിലേന്ത്യാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് മേയർക്കും ഭരണകക്ഷി അംഗങ്ങൾക്കും ഏറെ താൽപ്പര്യമുള്ളതെന്നും നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ മേയർ ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും MT രമേശ് കൂട്ടിച്ചേർത്തു. BJP ദേശീയ നിർവാഹക സമിതി അംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ അധ്യക്ഷനായിരുന്നു. സർക്കാരും കോഴിക്കോട് കോർപ്പറേഷനുമൊക്കെ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണേണ്ട വിഷയത്തിൽ പരസ്പരം പഴിചാരി പഴയ ചില കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇത് സ്ഥിരമായി കൂടിയാണ് ഈ കൊടുംചൂടിൽ കുടിവെള്ള പ്രശ്നത്തെ അധികാരികൾ തയ്യാറിയിട്ടുള്ളത്. ജില്ലാ സഹപ്രഭാരി K നാരായണൻ മാസ്റ്റർ, ഹരിദാസ് പൊക്കിനാരി, അഡ്വക്കേറ്റ് KV സുധീർ, P രമണി ഭായി, സന്തോഷ് കാളിയത്ത്, കൗൺസിലർമാരായ നവ്യ ഹരിദാസ്, T റനീഷ്, N ശിവപ്രസാദ്, CS സത്യഭാമ, സരിത പറയേരി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാനൽ ചെയ്ത ലൈസൻസുകൾ കുറവാണെങ്കിൽ റെഗുലർ ലൈസൻസുകൾക്ക് എല്ലാവിധ പ്ലാനുകളും വരയ്ക്കാനുള്ള അനുവാദം കൊടുക്കുന്നതിന് പകരം കുടുംബശ്രീകളെ ആശ്രയിക്കുന്നത് ഈ മേഖലയിലെ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഇല്ലാതാക്കുമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ. ഇതിനെതിരായുള്ള തുടർ സമരങ്ങളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. നമ്മുടെ ഗ്രാമങ്ങളൊക്കെ നഗരങ്ങളായി വരുന്ന ഈ അവസ്ഥയിൽ നിർമ്മാണ രീതിയിൽ തന്നെ വളരെ പ്രയാസമുള്ള ഒരവസ്ഥയിലേക്ക് പോകും. അതൊക്കെ തന്നെ നമ്മൾ ഗവൺമെന്റിന്റെ മുന്നിൽ പറഞ്ഞിരുന്നെങ്കിലും അവർ വീണ്ടും ഇതുമായി മുമ്പോട്ട് പോകാനാണ് താല്പര്യം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ 27-ാം തീയതി സംസ്ഥാനത്തെ 14 ജില്ലകളിലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മുന്നിൽ പ്രകടനമായി എത്തിക്കൊണ്ട് ധർണ സംഘടിപ്പിക്കുകയാണ് ലെൻസ്ഫെഡ്. കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂലമായ നിലപാടുകൾ ഉണ്ടായില്ലെന്ന് ലെൻസ്ഫെഡ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ തുടർച്ചയായി മാർച്ച് 27-ന് ജില്ലാ കേന്ദ്രങ്ങളിലെ നഗരസഭകളിലേക്ക് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തും. കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ നിർത്തലാക്കുക, ലൈസൻസികളുടെ തൊഴിൽ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുക, സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷന്റെ മാന്യത തകർക്കാതിരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നതെന്ന് CH ഹാരിസ്, മനോജ് V, KE മുഹമ്മദ് ഫസൽ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
മാർച്ച് 29 ദുഃഖവെള്ളി ദിനത്തിൽ വയനാടൻ ചുരത്തിൽ നടത്തുന്ന കുരിശിന്റെ വഴിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഫാദർ തോമസ് തുണ്ടത്തിൽ CMI. ഫാദർ മാത്യു മണിയമ്പ്ര പീഡാനുഭവ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിലാണ് കുരിശിന്റെ വഴിയിൽ ഭക്ഷണവും കുടിവെള്ളവും വിതരണം ചെയ്യുക. യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മയാചരിച്ച് ദുഃഖവെള്ളിയാഴ്ച വയനാട് ചുരത്തിൽ 10,000 പങ്കെടുക്കുന്ന കുരിശിന്റെ വഴിയുടെ ഒരുക്കങ്ങൾ ഫാദർ തോമസ് തുണ്ടത്തിൽ CMI, ഫാദർ ഷിൻഡോ CMI, ജനറൽ കൺവീനർ ജോസ് അഗസ്റ്റിൻ കീപ്പുറം പാല, സിസ്റ്റർ ജീന, ടിൻഡു അബി എന്നിവരടങ്ങിയ 101 അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. താമരശ്ശേരി അടിവാരം ബേസമെന്റ് ഗ്രോട്ടോയിൽ നിന്നും ലക്കിടി മൗണ്ട് സീനായി ദേവാലയത്തിലേക്ക് വയനാട് ചുരത്തിലൂടെ 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള കുരിശിന് വഴി ചെറു സംഘങ്ങളായി രാവിലെ മുതൽ ആരംഭിക്കുന്നതായിരിക്കും. താമരശ്ശേരി അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ നിന്നും ലക്കിടി മൗണ്ട് സീനായി ദേവാലയത്തിലേക്ക് വയനാടൻ ചുരത്തിലൂടെ 16 കിലോമീറ്റർ ദൂരമുള്ള കുരിശിന്റെ വഴി ചെറുസംഘങ്ങളായി രാവിലെ മുതൽ ആരംഭിക്കും. യേശുവും മാതാവും ഭക്തസ്ത്രീകളും അടങ്ങിയവർ ബൈബിളിലെ വേഷമണിഞ്ഞ് പരിഹാര യാത്രയ്ക്ക് മുന്നിൽ അണിനിരക്കും. ഉച്ചയ്ക്ക് 1:30 ലക്കിടി മൗണ്ട് സീനായി ദേവാലയത്തിൽ കുരിശിന്റെ വഴി പരിഹാര യാത്ര എത്തിച്ചേരും. തുടർന്ന് റവറൻ ഫാദർ മാത്യു നായ്ക്കംപറമ്പിൽ വചന സന്ദേശവും ശുശ്രൂഷയും നൽകും. കുരിശിന്റെ വഴി പരിപാടിക്കായി ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘത്തിന്റെ സേവനവും സജ്ജീകരിച്ചതായി ഫാദർ തോമസ് തുണ്ടത്തിൽ CMI, ജനറൽ കൺവീനർ ജോസ് അഗസ്റ്റിൻ കീപ്പുറം പാല, വിൽസൺ തുണ്ടത്തിൽ, രാജു കോഴിക്കോട്, ടിൻഡു അബി കോഴിക്കോട് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇഫ്താർ സൗഹൃദ സംഗമം നടത്തി. മുസ്തഫ കൊമേരി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, മത, സാമുദായിക, കലാരംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജനം ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ഇഫ്താർ സൗഹൃദ സംഗമം മുസ്തഫ കൊമേരി ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ സീസണും ഈസ്റ്ററും വിഷുവും പെരുന്നാളും അടുത്ത ദിവസങ്ങളിലായി എത്തിച്ചേരുകയാണ്. ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ഹോളി, കളർ ആഘോഷങ്ങൾ ഇന്നലെയും ഇന്നും നാളെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾ സ്നേഹബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കുക, പരസ്പരം മാനവികത ഉയർത്തിപ്പിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും ഭാഷണങ്ങളും നടത്തണമെന്ന് ഉണർത്തിക്കൊണ്ട് ധാരാളം സേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10-20 വർഷമായി ഈ മേഖലയിൽ ഒരു ചെറിയ രീതിയിൽ ആരംഭിച്ച് ബൃഹത്തായ രീതിയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർക്ക് അവർക്ക് അന്നം നൽകിയും ഭക്ഷണം നൽകിയും അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ നൽകിയും വിപുലമായ രീതിയിൽ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന റാഫി പുതിയകടവും ടീമിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ജനം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റാഫി പുതിയകടവ് അധ്യക്ഷനായിരുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, മുൻ ഡെപ്യൂട്ടി മേയർ മീര ദർശക്, പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവ് ബാപ്പു വെള്ളിപ്പറമ്പ്, പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ IP സിദ്ദിഖ്, ചന്ദ്രിക ബ്യൂറോ ചീഫ് ലുക്കുമാൻ മമ്പാട്, K ഷമീർ, അഡ്വക്കേറ്റ് കുമാരൻ, പുനത്തിൽ ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാമ്പുഴ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ TDRF വളണ്ടിയർമാർ മാമ്പുഴയുടെ കണ്ണം ചിഹ്നം പാലം പരിസരം വൃത്തിയാക്കി. തെങ്ങുകളും വലിയ മരങ്ങളും കടപുഴകി വീണ് മലീമസമായിരുന്നു പുഴ. ശുചീകരണത്തിന് മഠത്തിൽ അസീസ്, ഉമറലി ശിഹാബ് എന്നിവർ നേതൃത്വം നൽകി. മാമ്പുഴ ശുചീകരണത്തിന് TDRF ചീഫ് കോർഡിനേറ്റർ ഉമറലി ശിഹാബ്, ജില്ലാ കോർഡിനേറ്റർ മഠത്തിൽ അസീസ് എന്നിവർ നേതൃത്വം നൽകി. സലീം കൊമ്മേരി, നൌഷാദ് നല്ലളം, മിർഷാദ് ഒളവണ്ണ, വിപിൻ തുവശ്ശേരി തുടങ്ങി 40ഓളം പ്രവർത്തകർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. പഞ്ചായത്ത് അംഗം ദീപ, മാമ്പുഴ സംരക്ഷണ സമിതി ഭാരവാഹികൾ എന്നിവർ വളണ്ടിയർമാരെ അനുമോദിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അത്തോളി പാലോറത്തുകാവ് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 26 മുതൽ 30 വരെയാണ് ഉത്സവം. 4 ദിവസങ്ങളിലായി വിശേഷാൽ പൂജകളും കലാസാംസ്കാരിക ആധ്യാത്മിക പരിപാടികളും നടക്കും. ചരിത്ര പ്രസിദ്ധമായ അത്തോളി പാലോറത്തുകാവിൽ
മാർച്ച് 26 മുതൽ 30 വരെയാണ് ഉത്സവം. ക്ഷേത്രം മേൽശാന്തി ഹരീഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം രക്ഷാധികാരി CK രാഘവൻ കൊടി ഉയർത്തി. വിപുലമായ രീതിയിലാണ് ഇത്തവണത്തെ ഉത്സവമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് RM കുമാരൻ പറഞ്ഞു. 27-ാം തീയതി പൊങ്കാല സമർപ്പണവും അതിനുശേഷം നടക്കുന്ന സർവേശ്വരി പൂജയും അതേപോലെ തന്നെ സർപ്പബലിയും 29-30 തീയതികളിലാണ് ഇവിടെ പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത്. 29-ന് കളയെഴുത്തും പാട്ടും 30-ന് കൂത്തുത്സവമാണ് നടക്കുന്നത്. നാട്ടിലെ കോഴിക്കോട് ജില്ലയിലെ അത്തോളി പഞ്ചായത്തിലാണ് ഈ പാലോത്ത് ക്ഷേത്രം. നിത്യ പൂജ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഉത്സവമാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. അതോടൊപ്പം 15 മുതൽ 21 മുതൽ ഏപ്രിൽ 15 മുതൽ 21 വരെ നവീകരണ കലശവും ഇവിടെ നടക്കുന്നുണ്ട്. കൊടി ഉയർത്തൽ ചടങ്ങിന് പ്രസിഡന്റ് RM കുമാരൻ, സെക്രട്ടറി KK ശശീന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ MK രവീന്ദ്രൻ, P രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 26-ന് ആരംഭിക്കുന്ന ഉത്സവ ചടങ്ങുകളിൽ വിവിധ പൂജാകർമ്മങ്ങൾ, പ്രാദേശിക കലാപ്രതിഭകളുടെ കലാപരിപാടികൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, കളമെഴുത്ത്, പൊങ്കാല സമർപ്പണം, ആഘോഷവരവുകൾ, പ്രസാദ ഊട്ട്, തായമ്പക, തിറയാട്ടങ്ങൾ എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, അത്തോളി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നടുവട്ടം തമ്പുരാൻ കണ്ടി കാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ 9ാമത് പ്രതിഷ്ഠാ ദിനാഘോഷവും താലപ്പൊലി ഉത്സവവും വിവിധ പൂജാകർമ്മങ്ങളോടെ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചിറ്റാരി പാലക്കോളില്ലം നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മഹാഗണപതി ഹോമത്തോടെയാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ആരംഭിച്ചത്. നിത്യപൂജ, മഹാരുദ്രയജ്ഞഹോമം, വിശേഷാൽ പൂജകൾ, ഭഗവതി സേവ, പ്രസാദ ഊട്ട്, താലപ്പൊലി, ഗുരുതി തുടങ്ങിയവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചിറ്റാരി പാലക്കോളില്ലം നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് തമ്പുരാൻ കണ്ടി പ്രഭാകരൻ, ട്രഷറർ തമ്പുരാൻ കണ്ടി സുനിൽകുമാർ, സെക്രട്ടറി തമ്പുരാൻ കണ്ടി സുധാകരൻ തുടങ്ങിയവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വിവിധ തരത്തിലുള്ള ലോൺ പദ്ധതികളിലൂടെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ എളുപ്പത്തിലും വേഗത്തിലും ലോൺ ലഭ്യമാകുകയാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി. സൊസൈറ്റിയുടെ പുതിയ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ മാർച്ച് 27-ന് പുതിയറ മിനി ബൈപ്പാസിൽ മനാൽ സെന്ററിൽ പ്രവർത്തനം തുടങ്ങുമെന്ന് ചെയർമാൻ ബോച്ചെ അറിയിച്ചു. ലോകത്ത് തന്നെ പലിശയില്ലാതെയും സെക്യൂരിറ്റി ഇല്ലാതെയും സാലറിയുടെ ഇരട്ടി തുക ലോണായി നൽകുന്നു എന്നതാണ്. എന്ന് പറയുമ്പോൾ എല്ലാവർക്കും 10,000 പേര് വന്നാൽ 10,000 പേർക്കും ഉണ്ടെന്നല്ല അർത്ഥം. ഓരോ മാസവും ഒരു നിശ്ചിത ശതമാനം അർഹതപ്പെട്ടവർക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. എക്സ്പ്രസ് ലോൺ, പേഴ്സണൽ ലോൺ, 2 വീലർ ലോൺ, 4 വീലർ ലോൺ, പ്രോപ്പർട്ടി ലോൺ, ഗ്രൂപ്പ് ലോൺ, ബിസിനസ് ലോൺ തുടങ്ങി വിവിധ തരത്തിലുള്ള ലോണുകൾ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട്. എക്സ്പ്രസ് പേഴ്സണൽ ലോണിൽ അപേക്ഷിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ ലോൺ ലഭ്യമാകും. പ്രിവിലേജ് പേഴ്സണൽ ലോണിലൂടെ ഉപഭോക്താക്കൾക്ക് ക്രെഡിറ്റ് സ്കോർ 700-ന് മുകളിൽ 50,000 രൂപ വരെ 7.62% പലിശ നിരക്കിൽ വായ്പ ലഭിക്കും. വനിതകൾക്ക് മാത്രമായി മഹിളാ 2 വീലർ ലോണും ലഭ്യമാക്കും.
കോഴിക്കോട് പുതിയറയിൽ മിനി ബൈപ്പാസ് റോഡിലെ മനാൽ സെന്ററിൽ ആരംഭിക്കുന്ന മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പുതിയ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം മാർച്ച് 27-ന് സൊസൈറ്റി ചെയർമാൻ ബോബി ചെമ്മണ്ണൂർ നിർവഹിക്കും. സിനിമാ താരം ഹരീഷ് കണാരൻ ചടങ്ങിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സാരഥികൾ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 പേർക്ക് പലിശയില്ലാതെയും സെക്യൂരിറ്റി ഇല്ലാതെയും പേഴ്സണൽ ലോൺ കൊടുക്കുമെന്നും സാരഥികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് കണക്റ്റഡ് കെയർ അറ്റ് BMH ആരോഗ്യ പരിചരണ സംവിധാനം തുടങ്ങി. സജ്ജീകരണങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടർ വിശദീകരിച്ചു. ആരോഗ്യ പരിചരണ സംവിധാനം നിലവിൽ വരുന്നതിന് മുന്നോടിയായി ഹോസ്പിറ്റലിലെ എല്ലാ വാർഡിലെ കിടക്കകളിലും ഡോസിയുടെ നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗും നേരത്തെ മുന്നറിയിപ്പ് നൽകുന്ന ഏർലി വാർണിംഗ് സിസ്റ്റവും സജ്ജമാക്കിയതായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടർ പറഞ്ഞു. ഇതിന്റെ ഉദ്ദേശം റിമോട്ട്ലി പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് പേഷ്യന്റിനെ റിമോട്ട് സിറ്റുവേഷനിൽ മോണിറ്റർ ചെയ്യുക. അത് കോവിഡ് സമയത്ത് നമ്മുടെ പേഷ്യന്റ് അടുത്ത് എപ്പോഴും എല്ലാവർക്കും പോകുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് എങ്ങനെ നമ്മുടെ പ്രാക്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം ഇവർ പയനിയേഴ്സാണ് ഈ ഫീൽഡിൽ. അതുപോലെ തന്നെ കാലിക്കറ്റിലെ വേറുപാട് ഹോസ്പിറ്റലും ഇതിൻ്റെ പയനിയറായിട്ട് ആദ്യമായിട്ട് ഇവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, ട്രയൽ നടത്തി സക്സസ്ഫുൾ ആണെന്ന് കണ്ട് ഞങ്ങളിപ്പോൾ പേഷ്യൻസിനെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അയാൾ പറഞ്ഞാൽ ഇതിനൊരു വേറൊരു ഡിവൈസ് ആയിരുന്നു. പേഷ്യൻ്റെ ദേഹത്ത് നമ്മളൊന്നും പിടിപ്പിക്കുന്നില്ല. ബെഡിനടിയിൽ ഒരു ഷീറ്റ് മാതിരി ഒരു സാധനം, ഒരു പ്ലേറ്റ് വെക്കുന്ന മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് അത് ക്യാപ്ചർ ചെയ്യും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. ഇപ്പോൾ പേഷ്യൻ്റെ വൈറ്റൽസ് എല്ലാം ഓൺലൈൻ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാർണിംഗ് സൈൻ വരും. അപ്പം തന്നെ പോയി അത് കാണാൻ. ഒരുപക്ഷെ ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പേഷ്യൻറ്റിനെ ഇത് റിയലൈസ് ചെയ്യുന്നതായിരുന്നു. അടുത്തിരിക്കുന്ന ബൈസ്റ്റാൻഡറുകൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാറുണ്ട്. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ശ്വസനനിരക്ക്, ഓക്സിജൻ സാച്ചുറേഷൻ, താപനില തുടങ്ങിയ വിവരങ്ങൾ അകലെയിരുന്നും നിരീക്ഷിക്കാൻ ഡോസിയിലൂടെ സാധിക്കുമെന്ന് ഡോസി സിഇഒയും സഹസ്ഥാപകനുമായ മുദിത് ദണ്ഡേവാദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരത്വ ഭേദഗതിക്കെതിരെ സമരം ചെയ്യുന്നവരുടെ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന CPM-ഉം കോൺഗ്രസും ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ സമരം ചെയ്തവരുടെ കേസുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് BJP സ്ഥാനാർത്ഥി MT രമേശ്. പൗരത്വ പ്രശ്നം വളരെ ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ലെന്ന് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ്. കോഴിക്കോട് കോർപ്പറേഷനിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ ജനകീയ സത്യാഗ്രഹ സമരം. പ്ലാനുകൾ വരയ്ക്കാനുള്ള അനുവാദം കുടുംബശ്രീകൾക്ക് നൽകുന്നതിനെതിരെ ലെൻസ് ഫെഡ്. ദുഃഖവെള്ളി ദിനത്തിൽ വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഫാദർ തോമസ് തുണ്ടത്തിൽ CMI. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.